അത് ആര് യൂസ് ചെയ്തതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായി കാണുമല്ലോ. എന്തുവാ പക്കോ പിന്നെ അല്ലാതെ ഇമ്മാതിരി വളപ്പിച്ചിടുന്നത് ഞാൻ എന്താ എന്തോ പതയോ എന്തുവാണോ? അയ്യേ നീ ഇവിടെ ബാത്റൂം വരെ കൊണ്ടുവന്ന മൊബൈലാണ്. ഓ അടുത്ത് വാങ്ങോ? അയ്യേ നാക്ക് നീട്ട്, നാക്ക് നക്കടി. ചലഞ്ചിന്റെ പേരെന്തുവാ? ചലഞ്ചിന്റെ പേര് എനിക്കറിയത്തില്ല, നീയല്ലേ കൊണ്ടുവന്ന്. ടേസ്റ്റ് ചലഞ്ചോ? ഓക്കെ തുടങ്ങാം. നീ പറഞ്ഞാൽ അത് കറക്റ്റ് ആവത്തോളൂ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വേൾഡ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഫണ്ണി ഗെയിമായിട്ടാണ്. എന്തുവാ? ഈറ്റിംഗ് ചലഞ്ച്. നിനക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ? അതല്ല എന്തായാലും എനിക്കറിയത്തില്ല. നീ കൊണ്ടുവന്ന ഇവള് കൊണ്ടുവന്ന ചലഞ്ചാ. അപ്പൊ അവള് തന്നെ പേരിടണമല്ലോ, അല്ലെങ്കിൽ തമ്പനയിൽ വെക്കുമ്പോ ഞാൻ കഷ്ടപ്പെട്ടു പോകും. ടേസ്റ്റ് ചലഞ്ചോ? അപ്പൊ എന്തോ നമ്മള് പറഞ്ഞോളൂ. നമ്മള് ഞാൻ നിൽക്കാനെ കണ്ണ് കെട്ടിയിട്ട് ഓരോ ഐറ്റം എന്ത് വേണേലും ആവാം. അതായത് വേണമെങ്കിൽ ഈ ലൈറ്റ് ഉൾപ്പെടെ വരെ ആവാം. ലൈറ്റ് എന്ത് സാധനം എന്ത് വേണേലും ആവാം. എന്നിട്ട് അത് വായിൽ കൊണ്ട് വെച്ച് കൊടുക്കണം. ഇక നാക്ക് കൊണ്ട് ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് അത് പറയണം അത് എന്ത് സാധനമാണ്. ഇതിപ്പോ ഇവള് കൊണ്ടുവന്നൊരു ചലഞ്ചാ. ഇന്ന് രാവിലെ വീഡിയോ ഇടേണ്ടതാ. ഇന്നലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഇവക്ക് ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടെന്നും പറഞ്ഞ് ഫാത്തിമാക്കും ഫാത്തിമാടി കൈക്കടെ പേര് എനിക്കറിയില്ല, അവളോട് ഞാൻ ചോദിച്ചില്ല. ഫാത്തിമ റിയാസ്, അവക്ക് ഫാത്തിമ റിയാസ് നമ്മളെ പപ്പായാക്കാ. അപ്പം ഞങ്ങളുടെ ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പൊ ഇന്നലെ അവിടെ പോയി അവിടുന്ന് പുട്ടൊക്കെ അടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നേരെ ഇരുട്ടി. പിന്നെ ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളോടല്ല, ഇവളടുത്ത് ക്ഷമിച്ചാ മതി. ഞാൻ റെഡി ആയിരുന്നു. ഇവളാ ഞാനൊരു നേരത്തെ വന്നു. ഞാനൊരു നേരത്തെ സമയമില്ല കേട്ടോ. ഞാൻ ഒരു എത്ര മണിയാകുമ്പോ വന്നു. അപ്പൊ ഇന്നലെ അവിടെ പോയി സെലിബ്രിറ്റി ചമയാൻ വേണ്ടി പോയി. എന്റെ അടുത്ത് പറഞ്ഞ് ഇക്കാട് ഐഫോണും കൂടെ കൊണ്ട് തരണം, എനിക്ക് അവിടെ സെലിബ്രിറ്റി ആയിട്ട് ഇങ്ങനെ നടക്കണമെന്ന് മൊബൈലുമായിട്ട്. പറഞ്ഞടി എപ്പോ എടുത്തടി ഈടൊക്കെ എടുത്തടി വ്ളോഗ് ചെയ്യാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ സിമ്മില്ലാത്ത ഐഫോണുമായിട്ട് ഇവിടെ ഇന്നലെ പോയി. ഒറിജിനൽ ഫോണോടെ വെച്ചിട്ട് സിമ്മില്ലാത്ത ഐഫോണോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സെലിബ്രിറ്റി ചമയാൻ വേണ്ടി. നടക്കുന്നതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. പക്ഷെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ കാണിച്ചു കൊടുക്കട്ടെ നീ ഐഫോണോട്ട് നടക്കുന്ന എങ്ങനെയാന്ന്. ചുമ്മാ തള്ളുന്നേട്ടാ. ഐഫോണോട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും. അത് ഫ്രണ്ട് അല്ല, ഡിസ്പ്ലേ ഭാഗമല്ല, മറ്റേ ഭാഗം ഉണ്ടല്ലോ. 3 ക്യാമറ ഐഫോണിന്റെ സിമ്പിൾ ഒക്കെ ഉള്ള ഭാഗം ഉണ്ടല്ലേ, ആ ഭാഗം തിരിച്ച് അങ്ങോട്ട് പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു പോകാം സെലിബ്രിറ്റി എന്ന് പറയും. നീ അങ്ങനെ തന്നെ നടക്കുന്നത്. ഞാൻ പക്ഷെ വേറൊരു സംഭവം കാണിക്കും. ഇക്കടുത്ത് മാത്രം. അതെന്താ നീ ഇപ്പൊ കാണിച്ചത്? എന്തുവാടി? ഞാൻ അവളെന്നെ കളിയാക്കുമ്പോഴത്തേക്ക് ഇത്താക്ക് ഒരുപാട് ഫാൻസ് ഒക്കെ ആയി എന്നൊക്കെ പറയുമ്പോ ഞാൻ അവളെ നോക്കി പെട്ടെന്ന് സെലിബ്രിറ്റി എന്ന് ഞാൻ കാണിക്കും. അല്ലാണ്ട് ഇതിങ്ങനൊന്നും കാണിക്കത്തില്ല. അങ്ങനെ സിമ്മില്ലാത്ത ഐഫോണും കൊണ്ടൊക്കെ ഇന്നലെ പോയിട്ട് രാത്രി ആയപ്പോഴാണ് വന്നത്. തനിയനോട്ടോ പോയത്. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവളൊരു ചലഞ്ചും കൊണ്ട് വന്നിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയത്തില്ല. അതായത് ടേസ്റ്റ് ചെയ്തിട്ട് എന്തുവാണെന്ന് പറയണം. ടേസ്റ്റ് കഴിക്കണ്ടല്ലേ, നക്കി നോക്കിയാൽ മതിയല്ലേ? നക്കി നോക്കിയിട്ട് പറയണം എന്തോ സംഭവം ഒന്ന്. അതാണ് നക്കി 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 തിന്നാലേ നക്കിയേ, നക്കി നക്കി തിന്നാലേ നക്കിയേ, നുള്ളി നുള്ളി തിന്നാലേ നുള്ളിയേ. കിട്ടിയ അവസരം പാഴാക്കി നല്ല രീതിയിൽ അങ്ങ് വിളിക്കുക. രണ്ടെണ്ണം തിന്നീ. അപ്പൊ എന്തായാലും നമുക്ക് ചലഞ്ചിലേക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം എന്റെ കണ്ണ് കെട്ടിയിട്ട് അല്ലേ? ഓക്കെ, ആദ്യം എന്റെ കണ്ണ് കെട്ടിയിട്ടാണ് പരിപാടി ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കപ്പിനകത്ത് ചായയും നോക്കിയപ്പോൾ ഒരു പാത്രം അടച്ചു വെച്ചിട്ട് വരുന്നു. ഞാൻ വിചാരിച്ച് ചായയോടുള്ള കടിയോ അല്ലെങ്കിൽ മിച്ചറോ ചിപ്സോ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. പാത്രം നേരെ അങ്ങ് അകത്തും കൊണ്ടുപോയി വെച്ച് ചായ മാത്രം എനിക്ക് ഇവിടെ കൊണ്ടു തന്നു. അതിനകത്ത് എന്തൊക്കെയോ ഐറ്റംസ് എടുത്തോണ്ട് വന്നിട്ടുണ്ട് താഴെ. അപ്പൊ എന്തായാലും അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് പരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യമേ കണ്ണ് കെട്ടാം. എന്തടി ആ കണ്ണ് അവിടെ വെച്ചേക്കണേ? നീ ഷോൾ അടിക്കുമ്പോ എന്റെ കണ്ണ് ഷോളിനകത്തിരിക്കരുത്. മതി. ഓക്കെ അടി, കാണുന്നില്ലടി. ഏത് 4 2 1. ഓക്കെ, അപ്പൊ എന്നെ അവള് കണ്ണ് കെട്ടി ഇരുത്തിയിട്ട് സാധനം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പടച്ചോനെ, കടിക്കുന്നൊന്നും കാണുന്നേ. ഞാനും കുറച്ച് ഐറ്റം എടുത്ത് വെച്ചിട്ടുണ്ട്.
വെച്ചിട്ടുണ്ട് ഇനി വാങ്ങി മിഠായി വരാം. ടൈയാണോ തൊടരുത്, തൊട്ടു നോക്കരുത്. പെട്ടെന്ന് വാ ഇവരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓ നീ ഇരുന്നപ്പോ ഇതങ്ങ് വളഞ്ഞു പോയല്ലോടി, ഒടിഞ്ഞു വീഴൂ. ഓക്കെ, നല്ല മണം വരുന്നുണ്ടോ? അടിപൊളി. മുട്ടായിയുടെ മണം. അന്നത്തെ പരിപാടിയൊന്നും കാണിക്കല്ലേ, എന്നിട്ട് മാവിനകത്ത് വിമ്മൊക്കെ ഇട്ട് കലക്കി കൊണ്ടുവന്നിട്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാനെന്റെ നാക്കൊക്കെ ഒന്ന് കൂർപ്പിക്കട്ടെ. മണപ്പിച്ചു നോക്കിട്ട് പറയുന്ന ചലഞ്ച് അല്ലല്ലോ ഇത്. ഇല്ല, ഞാൻ ഇക്കാക്ക് ഒരു മിഠായി മേടിച്ചിട്ടുണ്ട്. പിന്നെ വല്ല മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടിയൊക്കെ മൂക്കിന്റെ അടുത്ത് കൊണ്ടുവരാൻ പറയണേ, ഞാൻ ചിലപ്പോ വലിച്ചു കയറ്റും അകത്തോട്ട്. മൂക്കിലല്ല, വായിലല്ലേ. എന്റെ മുഖമായി ഇച്ചിരി അടുത്തടുത്ത നിന്റെ കണക്കല്ല. ശരിയാ, മൂക്കിന്റെ മൂക്കിന്റെ താഴെയാവാ അതിനൊക്കെ എങ്ങനെയാ? ഇവക്ക് വാഴ താഴെയാട്ടോ മൂക്ക്. അതില്ല, ഞാൻ ഓക്കെ. അപ്പൊ ഞാൻ ഇത് കൊടുക്കാൻ പോയിട്ട് എത്ര നാളായിടാ പിന്നെ ഒന്ന് കണ്ടിട്ട്. ആരെ? എന്റെ ഒരു ലവർ. നീ എന്നെ കണ്ണ് കെട്ടിയിരുത്തിട്ട് വേറെ വീഡിയോ കോൾ ഇതിനാണോ നീ ഇവിടെ കണ്ണ് കെട്ടിയിരുത്തി എന്നെ? നക്ക് നക്ക് നക്കത് കൊണ്ടുപാടി, എനിക്ക് കാണാൻ പറ്റത്തില്ല. ഇല്ല തന്നല്ലോ, നക്ക് മുട്ടായിയാ. കവർ മാത്രമേ എന്റെ ഇവിടെ തട്ടിയുള്ളൂ, ഏതാണ്ടൊരു കവർ മാത്രം. എന്തിന്റെ അത് തട്ടി നക്കണം, എനിക്കിട്ട് പറയണേ. ഏത് കവറാണോ? വല്ല സോപ്പിന്റെ കവറങ്ങളാണോടി? അല്ല, അയ്യേ എന്നിട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്തോണ്ട് നക്കാൻ പറഞ്ഞാ പ്ലാസ്റ്റിക് കവറാന്നറിയാം. അതിന് ഏത് കമ്പനിയുടെ ഞാൻ പറയണം? എന്താ കളറാണോ ഇവിടെ കാണിക്കുന്ന മൊത്തവും മണ്ണത്തരങ്ങളാ ചലഞ്ചുകള്. പ്ലാസ്റ്റിക് കവർ, അതിന് ഏത് ബ്രാൻഡാന്ന് എനിക്ക് പറയാൻ പറ്റുമോ കണ്ണ് കെട്ടി വെച്ചിട്ട്? അയ്യോ, ഇവിടെ സാധനം കൊണ്ടുവരുന്നത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കണ്ടേ? അപ്പൊ ഇത് നമുക്ക് വലിയ കാര്യത്തിൽ കവർ എടുത്തോണ്ട് വന്നതാ. അയ്യത്തേടത്തെ അതോടി അല്ല. നക്കിക്കോ, കടിക്കട്ടെ? വേണ്ട, നക്കിയാ മതി. എന്തുവാടി ഇത്? എന്തോ അത് പവ പതയോ? എന്തുവാടാ എന്തുവാ അത് പതയെന്ന്? കമാൺ ബേബി, ഓയ്യാ പെട്ടെന്നാവട്ടെ. നക്കിക്കോ. സൗണ്ട് കേട്ടൊരുമാതിരി കവറിന് കണക്കിരിക്കുന്നു. ഉറപ്പിച്ചോ? ഉറപ്പിച്ചില്ല. എന്നാ പറയണ്ട. ഉറപ്പിച്ചില്ലടി. അതാ പറ. മണപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, പറ്റത്തില്ല. ഞാൻ തൊലി കണ്ടാന്ന് തോന്നുന്നു. എന്തിന്റെ തൊലി? ഉള്ളിത്തൊലി. എന്തിന്റെ ഉള്ളി? എന്തിന്റെ ഉള്ളിയോ? എന്തിന്റെ ഉള്ളിയെന്ന്? ഏതുള്ളി? ഒബാമയുടെ ഉള്ളി. ഏതുള്ളി? ഏതുള്ളി? അപ്പൊ ഉള്ളിയാന്ന് ഉറപ്പിച്ച്. ഏതുള്ളിയെന്ന്? ഉള്ളി ഇനി 3 വരെ ഉള്ളു. അതിനകത്ത് 3 തരത്തിലുള്ള ഏതെങ്കിലും ഉള്ളി ഞാൻ പറയാം. വെളുത്തുള്ളി ആണോ? എന്തൊരു എനർജി ഇല്ലാതെ നിന്നിട്ട് ഞാൻ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ട് അവക്കൊരു എനർജി ഇല്ല. ആ ഓക്കെ എന്ന്. കാരണം ഇവളെ നേരത്തെ അവിടെ ഇരുന്ന് വെളുത്തുള്ളി എല്ലാം കൂടെ ഇതിലും തൊലിക്കുന്നുണ്ട് ഒരുമിച്ച്. എന്നിട്ട് അത് ഉപ്പിലിട്ട് വെക്കാനാന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. വയറ് ഉറയ്ക്കാൻ വേണ്ടിയാ. നല്ല കേട്ടോ. ഉപ്പും വിനാഗിരി ഇല്ലേ? വിനാഗിരി ഉപ്പിനകത്ത് ഇട്ടിട്ട് വെക്കും. നല്ല ടേസ്റ്റ് ആവും വെളുത്തുള്ളിക്കപ്പം. അപ്പൊ എനിക്കൊരു പോയിന്റ്. നെക്സ്റ്റ് എടുക്കട്ടെ? എടുത്തോ. സ്പൂണിന്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സ്പൂണല്ലേ ഇത്? സ്പൂണാ? സ്പൂണാ നോക്കിയത് ഞാനിപ്പോ. ഒന്നൂടെ വേറൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. നീ എന്തുവാടി കാണിക്കുന്നത്? സ്പൂണാടി അത് കിട്ടുന്നത്. സ്പൂണിലൊന്നും കാച്ചി സ്പൂണിലൊന്നും കാണത്തില്ല. അപ്പൊ സ്പൂണ് ഒന്നുകൂടെ നോക്കോ. ചലഞ്ചോട്ട് വന്നതാ. ചലഞ്ചുമായിട്ട് മന്ദബുദ്ധി. സ്പൂണ്. എനിക്ക് സ്പൂൺ മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ഒന്നും കിട്ടിയില്ല. എന്തുവാ എന്ത് മിണ്ടാത്ത? സ്പൂണാണോ? എനിക്ക് സ്പൂൺ മാത്രമേ നാക്കി തട്ടിയുള്ളൂ. സ്പൂണ് പോലെ എനിക്ക് തോന്നിയത്. എന്റെ മൊബൈലായിരുന്നു. നീ ഇവിടെ ബാത്റൂം വരെ കൊണ്ടുവന്ന മൊബൈലാണ്. കൊണ്ടുവന്ന മൊബൈല് ഇവിടെ രാവിലെ കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോയി 1 മണിക്കൂർ 7 മണി തൊട്ട് 8 മണി നടത്തിരിക്കും ഈ മൊബൈലായിട്ട്. ആ മൊബൈൽ എന്നെ കൂടെ താക്കിപ്പിച്ചോ. കള്ള പറയുന്നുണ്ടോ? ഇക്കായ അങ്ങനെ ചെയ്തിട്ട് എന്നെ പറയുന്നോ? ഇനി അടുത്ത് എടുക്കട്ടെ. അപ്പൊ എനിക്കൊരു പോയിന്റ്. നിനക്കൊരു പോയിന്റ്. എന്റെ നാക്ക് ഞാൻ ഡെറ്റോളിന്റെ വെള്ളത്തിട്ട് വെക്കണം. ഇനി നമുക്ക് ഇക്കാക്ക് അറിയാവുന്ന കുറച്ചാണ്. മൊബൈലിന്റെ വക്കം കൊണ്ട് വന്നതാ നക്കിപ്പിക്കാൻ.
ഇതൊക്കെ പറയും. അതെനിക്ക് നല്ല ഉറപ്പാ. ആ കാപ്പി കൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. കാപ്പിപ്പൊടി നല്ല കയ്പ്. സാധനം എടുക്കാൻ മറന്നു പോയിക്കോ. നാക്കി വീണപ്പോ ഞാൻ ആദ്യം പറഞ്ഞ് സോപ്പ് പൊടി എല്ലാം ആയിരിക്കുന്നു. പേടിച്ചു പോയി. പറയാൻ പറ്റത്തില്ല. മന്ദബുദ്ധിയാ, എന്തൊക്കെ ഐറ്റം എടുത്തോണ്ടിരുന്നു പറയാൻ പറ്റത്തില്ല. ഓക്കേ ആണോ? പോയോ? ഇല്ല, വന്ന് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇത്രയും വായി എടുത്തിട്ട് തരല്ലേടി. ഇല്ല, ഇനി അടുത്തെടുക്കട്ടെ. ആ ഇടും. അപ്പൊ എനിക്ക് 2 പോയിന്റ്. ആ ഓ അടുത്തതാണോ? അയ്യേ എന്തുവായിരുന്നു ഞാൻ ആ തുറക്കുന്നതിന് മുമ്പ് കോരി എന്റെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു തന്നത്? എന്തത്? എന്തോന്ന് പറ. കടിഞ്ചായ. ഇതേ നക്കി നോക്കിയിട്ട് പറയേണ്ട സംഭവമാ. പക്ഷെ ഇവൾ എന്റെ വായിലോട്ടെല്ലാം കൂടെ അങ്ങ് തരുവാ. ഞാൻ ഇപ്പൊ തിന്നു നോക്കിയിട്ടാ പറയുന്നത്. നിനക്ക് ഭയങ്കര ബുദ്ധിയാ കേട്ടോ. കാപ്പിപ്പൊടി, കടിഞ്ചായ. നീ വല്ലതും ഉണ്ടോ? പോയാ? ഉണ്ട്. എന്നാ താ പെട്ടെന്നാവട്ടെ, എനിക്ക് വിശക്കുന്നു. നല്ല നല്ല ഐറ്റംസ് ഇനിയും പോരട്ടെ. എന്ത് നക്കി നോക്കാനാണോ എന്റെ വായോട് ഇട്ട് വരുമോ നീ? എന്തുവാ സംഭവം? പിന്നെയും തൊലിയോട്ട് വന്നേ നോടി. അതും കണ്ടുപിടിച്ചോ? അപ്പൊ തൊലിയാണോ? അതും കണ്ടുപിടിച്ചേക്കോ? ഒന്നുകൂടെ. ഒരു വട്ടമല്ല ആക്കിയുള്ളൂ, 2 വട്ടം ഇല്ലേ? ഇനിയും വേണോ? 2 വട്ടം, മൊത്തം 3 അല്ലേ? പെട്ടെന്നാവട്ടെ. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ തയ്യാ തിന്നിട്ട്. ഇപ്പൊ തന്ന സാധനം തന്നെ കാണണം, മാറ്റരുത്. ഇല്ല, ഒരു മിനിറ്റ് എടുക്കട്ടെ. ഇവള് ഭയങ്കര കള്ളക്കളിയാ. കണ്ണ് തുറന്നു വെച്ചാൽ തന്നെ ഇവള് കള്ളക്കളിയാ. ഇനി കണ്ണടച്ച് ഞാൻ ഇവിടെ ഇരിക്കുമ്പോ അടുക്കളെല്ലാം പലവഞ്ഞനെ മൊത്തം അങ്ങ് എടുത്തോണ്ട് വന്നോ നീ? എന്തുവാടി ഇത്? മധുരം, കറിവേപ്പല, നല്ല മണം അങ്ങ് അടിച്ച്. എന്തൊരു എനർജി ഇല്ലാത്ത അല്ലേ? അപ്പൊ 3 പോയിന്റ്. ഇതൊക്കെ പറയും. ആ കാപ്പിപ്പൊടെ കയ്പ് തരം മാറിയില്ല. അതാണ്ട് തന്നത്. സിമ്പിൾ ഒക്കെ ഞാൻ ജയിക്കണമെന്ന് വിചാരിച്ച. അല്ല, നീ തോക്കാൻ പോകുന്നുള്ളതല്ലേ? നീ തോക്കുന്നതിന് ഉറപ്പായല്ലേ? ഇല്ല, ഇതെന്തായാലും പറയുമായിരിക്കാം. ഉപ്പ് നല്ല ബെസ്റ്റ് ചലഞ്ച്. നിന്റെ ഈ കൊപ്ര തലക്കകത്ത് ഇങ്ങനെയുള്ള ചലഞ്ചുകളൊക്കെ വരുത്തോളൂ. ഈ ചെറിയ കൊപ്ര തലക്കകത്ത് വിളിച്ച ചലഞ്ചാണിത്. അല്ല, ഒരു കാര്യം, ഇത് എത്രണ്ണം ആയി? കുറെ ആയല്ലോ ഇത്. ഇങ്ങി വാ, ഇവിടെ ഇരി. മതി, കഴിഞ്ഞ് 5 ആയി. മതി ഇങ്ങ് പോരാ. ആ എന്റെ കമ്പ്യൂട്ടറിൽ ഒന്ന് പോയി എന്റെ എടുത്തോണ്ട് വന്നെയാ. പെൻഡ്രൈവ് വല്ലതും ആയിരിക്കും. ആണോ? നീ ഏതറ്റം വരെ ഓടുമെന്ന് എനിക്കറിയാലോ. അപ്പൊ കാണായിരുന്നു. ഇല്ലല്ല, കാണത്തില്ല. ഒറ്റയോട് കാണത്തില്ല. ഞാൻ പറഞ്ഞില്ല, നിന്റെ കൊപ്ര തലക്കകത്ത് എന്തൊക്കെ ഉദിക്കും എന്നുള്ള എനിക്കറിയാലോ. എവിടാ നീ? ഇങ്ങ് വാ. അതും കൂടെ കള്ളക്കളി കളിക്കുന്നുണ്ടോ? നക്കി നോക്കിയത് പോലല്ല ഞാൻ പറഞ്ഞു. തറയെ കിടക്കുന്ന നല്ല എടുത്തോണ്ട് നക്കാൻ പറഞ്ഞ നിന്റെ ചെറുകുറ്റി ഞാൻ പൂട്ടി. എന്തിയ നക്ക ഇങ്ങോട്ട് താടി ചിരിച്ചു തരുമെന്നോ? അന്നേരം അതുപോലത്തെ എന്തോ സാധനമാണല്ലോ. വെയിറ്റ് ഉള്ള ഏതാണ്ട് സാധനമാണല്ലോ അന്നേരം. നോക്കട്ടെ. ഏതാ പ്ലാസ്റ്റിക് സാധനം? പോവാണത്. പോയിന്റ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ കള്ളക്കളി കളിക്കുന്നത് നോക്കെ. എന്തോ അടുത്തതാ വരുന്ന അങ്ങോട്ട്. അടിക്കട്ടെ. കണ്ണു തുറന്ന് കണ്ടു. ലാസ്റ്റിനെ കൊണ്ട് നക്കിപ്പിച്ച് എന്ത് വരുന്നു? അടിപൊളി. മെഴുകുതിരി, ശർക്കരയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ തന്നുകൂടായിരുന്നോ? അവള് കൊണ്ടുവന്ന ഐറ്റംസ്. അപ്പൊ ഫ്രണ്ട്സ്, അടുത്തത് നമ്മുടെ ടേണാ. നമ്മക്കുള്ള പരിപാടി ഇപ്പൊ തുടങ്ങും. ഇവളുടെ കണ്ണ് കെട്ടുമ്പോൾ വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ കാണാതെടി. മധുക്കായോ? അതായത് പെട്ടെന്ന് കണ്ണടിച്ചില്ല.
ഇത് കൈ ആ എന്നാ നക്കടി. എനിക്ക് മനസ്സിലായി കശക്കാവിലെ ഉത്സവം കൊണ്ടുവരുവാണ്. ഉത്സവല്ലേ ആറാട്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇവളുടെ കൊപ്ര തലയ്ക്കകത്ത് ഒതുക്കുന്ന സാധനങ്ങളല്ല ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. ഇതെത്ര എനിക്ക് കാണാൻ പറ്റും. എത്ര നിനക്ക് കാണാം. എത്ര ഇത് കണ്ണു തുറക്കും. വേണ്ട തുറക്കരുത്, ഞാൻ കഷ്ടപ്പെട്ട് കിട്ടിയതാ. കള്ളക്കളിയാ. ഇവളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. 2 ഇലയും കൂടെ വെച്ച് കൊടുത്തിട്ട് കെട്ടണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഐറ്റംസ് എടുക്കാം. കറങ്ങട്ട് ഇച്ചിരി കാറ്റടിക്കട്ടെ എനിക്ക്. നമ്മുടെ ഇരിക്കുന്ന ഐറ്റംസ് അത് നിങ്ങളെ ഞാൻ ഒന്ന് കാണിക്കാം. ഇല്ല, നമ്മുടെ ഇരിക്കുന്ന ഒന്നാമത്തെ ഐറ്റം ആണിത്. ഇത് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാതിരിക്കില്ല ഇത് എന്തുവാണെന്നുള്ളത്. മനസ്സിലായി കാണുമല്ലേ? ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ആര് യൂസ് ചെയ്യുന്നതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായി കാണുമല്ലോ. എന്തുവാ അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്പർ 1. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഐറ്റം ആണ് നമ്പർ 2. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പൊ 4 ഐറ്റമേ ഉള്ളൂ. മതി, എൻ്റെ ആവശ്യമുള്ളൂ. തിന്നാൻ പറ്റുന്നുണ്ട്. തിന്നാൻ പറ്റുന്ന സാധനം നിനക്ക് ആദ്യം ഞാൻ തരാൻ പോകുന്നത്. ബിസ്ക്കറ്റ് തരാം. എരിയൊന്നുമില്ല, നല്ല മധുരമുള്ള സാധനം. നാക്ക് നീട്ടടി. എന്തോ ഒരു പണിയാട്ടോ. നാക്ക് നീട്ട്. എന്തോ ഒരു പണിയായിട്ടാ. നാക്ക് നീട്ട് നീ. നക്ക് നക്ക്. ആ നീ എവിടെ നക്കാൻ? നക്കടി അടുത്തിട്ട് പോണ്ട്. മുമ്പോട്ട് വെച്ചിട്ടൂടി. നക്ക്. ഇല്ലല്ലേ, മിക്കവാറും നിങ്ങളെ നക്കി എടുക്കും കേട്ടോ. ആ നാക്ക് നീട്ട്. നാക്ക് നീട്ട്. ഇപ്പൊ ഒന്നാമത്തെ ഐറ്റം എന്ത് വരുന്നത്? ഏത് വേസ്റ്റാ? ഗോൾഗേറ്റ് മാക്സ് ഫ്രഷ്. ഉന്മേഷത്തിന്റെ അമിട്ട് പൊട്ടിക്കൂ. വേണ്ട, നീ അമിട്ട് പൊട്ടിക്കണ്ട. നീ അമിട്ട് പൊട്ടിച്ച് ശരിയാവും. നമുക്കപ്പോ നമ്മുടെ രണ്ടാമത്തെ ഐറ്റത്തിലോട്ട് പോവാം. കടിക്കാത്ത ഭാഗം അതിനകത്ത്. എന്തോ കടിക്കാത്ത എന്തോ അതൊക്കെ ഉണ്ട്. ഓക്കെ അല്ലേ? നാക്ക് കേട്ട്. നാക്ക് നീട്ടടി. പക്കോ എന്തോ എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ നോക്ക്. 3 ചാൻസ് ഉണ്ടല്ലോ. കയ്യാ നക്കടി. കേട്ട് കഴിഞ്ഞു. പറ പറ എന്ത് ടേസ്റ്റ് ഉണ്ടോന്ന് പറ. ഇത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനം കൊടുത്തിട്ട് അതിന്റെ ടേസ്റ്റ് എന്തോ അറിയത്തില്ലെന്ന്. നമ്മുടെ ഈ സൈഡില്ലേ ഇങ്ങനെ ആ സൈഡ് നക്കുമ്പോള്ള ഫീല്. ഈ ഹാർഡ് ഇതുപോലെ തോന്നിയത്. അപ്പൊ കൈയാന്ന് ഉറപ്പിച്ച? ഉറപ്പിച്ചല്ലേ? എന്നാൽ ഇത് കൈയും കാലും ഒന്നും അല്ല. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഞങ്ങളെ കാത്തു രക്ഷിക്കുന്ന ഒരു സാധനമാണ് ഇത്. സത്യം പറഞ്ഞ രാത്രി അല്ലല്ല, അതുക്കും വേല. അതിനെക്കാട്ടി ഇമ്പോർട്ടന്റ് സാധനം. ഇതില്ലെങ്കിൽ എല്ലാം ക്ലിങ്ങോ ആവും. അറിയാല്ലേ? അതെന്തോ ഐശുവിന്റെ ഇട്ട പാമ്പർ. അല്ലാതെ ഇട്ട പാമ്പറ. നക്കിയുടെ നിനക്ക് ടേസ്റ്റ് ഒന്നും തോന്നിയില്ല? സ്വന്തം കുഞ്ഞിന്റെ മൂത്രത്തിന് ടേസ്റ്റ് അറിയത്തില്ലല്ലേ? ഉപ്പുരസം വന്നില്ല ഇതിനക്ക്? ഇച്ചിരി ഉപ്പോടി ഇടണ്ടായിരുന്നു. അപ്പൊ ഐശുവിന്റെ ഇട്ട പാമ്പറാണ് ഇവള് ഇപ്പൊ നക്കിയത്. കുഴപ്പമില്ലടി, നിന്റെ കുഞ്ഞിന്റെ അല്ലേ? അപ്പൊ ഇത് കണ്ടല്ലോ, ഇത് ഇടാത്തയാണ്. ഫ്രഷ് സാധനമാണ്, കുഴപ്പമില്ല. ഇടാത്തയാ, നല്ല മണോ അതിന്. അപ്പൊ അത് കണ്ടുപിടിച്ചില്ല. നമുക്ക് അടുത്ത ഐറ്റം എടുക്കാം. ഇതെന്തായാലും പറയാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഓക്കെ, നാക്ക് നീട്ട്. നാക്ക് നക്കടി. കയ്യോ? വീണ്ടും കയ്യോ? നിനക്കെന്തുവാടി? ലോകത്തുള്ള എല്ലാ സാധനവും എന്റെ കൈയാട്ടെ. ബുദ്ധിപരമായിട്ടോ കേട്ടോ നീങ്ങിയത്. ആ പേസ്റ്റ് നീ അങ്ങ് ഇറക്കിയ. അപ്പൊ ഓക്കെ, ഒരു വട്ടം നക്കി കഴിഞ്ഞു. ഇനി 2 ചാൻസും കൂടെ ഉള്ളു. ഒന്നും കൂടെ ലാസ്റ്റ് ചാൻസ് ആട്ടോ. ഇനി നക്കാൻ പറയരുത്. കൈയൊന്നും തരത്തില്ല, ഓൺലി നാക്ക്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ? ഇവള് ഉറങ്ങുമ്പോ വരെ യൂസ് ചെയ്യുന്ന ഒരു സാധനം. എന്നിട്ട് ഇവക്കത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്തുവാ? അതൊക്കെ ഉണ്ട്. ഇച്ചിരി പാടുപെടും. നീ നിന്റെ വെള്ളം ആക്കി വെക്കുന്നത്? അല്ല, ഈ ഷേപ്പ് ഇതേ ഒരു രീതിയിലാണ്.
പക്ഷെ എന്റെ കൈ തന്നെ അവളെ കൈയിട്ട് നക്കിക്കൊണ്ടിരിക്കും. ഇത് പറയാനൊന്നും പോകുന്നില്ല. ഇക്കടെ കയ്യിൽ തന്നെ അജേ മധുരം കൊണ്ടോ അങ്ങോട്ട്. മധുരോ? അത് പേസ്റ്റ് ചെയ്യാൻ നേരത്തെ കൈ കൊണ്ടെടുത്ത്. ഇതൊന്നും അല്ലേ, വേറെന്തോ സാധനോ. എന്തോ സാധനം? ഒന്നുകൂടി ഇല്ല 3 ചാൻസ് കഴിഞ്ഞു. തോറ്റാ? ഉറപ്പിച്ചാ? നീ ചുണ്ടിനകത്ത് തേച്ചിരിക്കുന്ന ഒരു സാധനം അത്. ലിപ്സ്റ്റിക്കോ? ആ 24 മണിക്കൂർ തെറ്റി നടക്കുന്ന സാധനമാ. ഊണിന് ഉറക്കത്തിലും രാവിലേക്ക് എണീറ്റ് കണ്ണും തിരുമ്മിട്ട് വന്നിട്ട് ആദ്യം എടുത്ത് വരയ്ക്കുന്ന ഈ സാധനം. ചുമ്മാ അല്ല, കാരണം എന്റെ കയ്യിൽ ലിപ്സ്റ്റിക്ക് ഞാൻ തേച്ചിട്ട് ചുണ്ടില് തേച്ചിട്ട് അത് നക്കിയപ്പോ അതേ ടേസ്റ്റ് ഇന്നലെ നിനക്ക് പറഞ്ഞുകൂടായിരുന്നു? അല്ല, എനിക്ക് അറിയാൻ പറ്റും. ഞാൻ എന്റെ കൈയുടെ ടേസ്റ്റ്. അപ്പൊ എന്റെ ഇനി ഒരു ഐറ്റം കൂടെ ഉള്ളൂ. ഇതാണ് അടുത്തത്. ഇത് ഫ്രഷ് ആണ്, നമ്മളെ ഫ്രഷ്. അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നിന്റെ അടുത്ത് അത് പറഞ്ഞ് ശരിയാവത്തില്ല. അത് ചെയ്ത് നക്കിപ്പിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം എന്തുവാന്നുള്ളത്. മണപ്പിച്ച് നോക്കാൻ പറ്റത്തില്ല. ഡോബർമാൻ വരുന്നൊക്കെ വരുക. പിന്നെ അല്ലാതെ ഇമ്മാതിരി മണപ്പിച്ചിടുന്നത് ഞാൻ എന്താ വേന? ഇവിടെ ചുമ്മാ ആക്ഷൻ കാണിക്കുക. നക്കി നോക്ക്. നക്കടി, തുടരുത്. നക്ക് മണപ്പിക്കാല്ല, നക്കണം. നീ എന്നെ നോക്കിക്കൊണ്ട് പോവല്ലേ. ഒന്നുകൂടെ പരപരപര. ഇവിടെ നക്കിയത് തിന്നുവാൻ തോന്നുന്നത്. എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നോ? മത്തിയാന്നോ? ഷോ ഉണക്കമീൻ എടുത്തോണ്ട് രണ്ടായിരുന്നു. പക്ഷെ അത് മണം അടിച്ചൊക്കെ മനസ്സിലാവും. അതുകൊണ്ടാ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. എന്തുവാ? ഏത് സാധനം? വട്ടത്തിലുള്ള സാധനം. പപ്പടോ? ഇത് പാഷൻ ഫ്രൂട്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ തന്നെ പിടിച്ച സാധനം. ഫ്രഷ് ആയിട്ട് അടിച്ചിട്ടുണ്ടോ? ഇതിനൊരു മണം ഉണ്ട് കേട്ടോ. കഴിഞ്ഞോ? അപ്പൊ എന്തായാലും കണ്ണു തുറക്കാല്ലേ. ശരി, ഐറ്റംസ് തീർന്നിട്ട് ഞാൻ കെട്ട് വെച്ചോണ്ടിരുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഇവള് കൊണ്ടുവന്ന നക്കൽ ഗെയിമിൽ ഞാൻ വിൻ ചെയ്തിരിക്കുകയാണ്. ചലഞ്ച് കൊണ്ടുവന്നത് അവളാണ്, പക്ഷെ ജയിച്ചത് ഞാനാ. അതെപ്പോഴും അങ്ങനെയാണല്ലോ. തീറ്റ മത്സരത്തിൽ മാത്രമല്ല അവൾ ഇവള് ജയിക്കുന്നത്. നമുക്കിന്ന് ഷവായി ഈറ്റിംഗ് ചലഞ്ച് ചെയ്താലോ? എനർജി ഒക്കെ തിരിച്ചു വന്നു. എനർജി ഇല്ലായിരുന്നു. എന്റെ റൗണ്ടെത്തിയപ്പോൾ അവർക്ക് എനർജി അങ്ങ് കുറഞ്ഞു. ഷവായി ഈറ്റിംഗ് ചലഞ്ച് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. വേണോ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലടിക്കണേ. ബെല്ല് നിന്റെ കയ്യിലാണ്. കല്ലോ കുളിക്കണം. കൈ മുറിഞ്ഞിട്ട് തൊലിയൊന്നുമല്ല, അഴുക്കൊക്കെ ഇങ്ങനെ പൂണ്ട് പിടിച്ചിട്ട് ഉരുട്ടിയൊക്കെ എടുക്കുന്നത്. ഉണ്ടാണൊക്കെ എന്നറിയാം തൊലിയെന്ന്. തൊലിക്കുള്ള കൈയെന്തോ ഉള്ളിയാന്നോ? അപ്പൊ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ. ബൈ.